ഈ സിനിമാ പ്രാന്ത് അല്ലെങ്കിൽ സിനിമാ സ്നേഹം അത് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ അറിയോ? എവിടെയെങ്കിലും വെറുതെ കുറച്ച് സമയം നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോൺ എടുത്ത് കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ ബാക്കി കാണാൻ ശ്രമിക്കും. ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ ഒരു സീറ്റ് കിട്ടിയാൽ അപ്പോൾ ഫോൺ എടുത്ത് സിനിമയുടെ ബാക്കി കാണും. ചിലപ്പോൾ ഓഫീസിൽ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഊണിന് ശേഷമുള്ള ഒരു 10-15 മിനിറ്റും കൂടി ആ കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ ബാക്കി കണ്ടു തീർക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു സിനിമയെങ്കിലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ആളുകളുണ്ട്, കൊതിയന്മാരും കൊതിച്ചുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സിനിമകൾ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സിനിമ ദി ഗ്രീൻ മൈൽ എന്ന സിനിമയാണ്. നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് ഈ സിനിമ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കണ്ടിരിക്കേണ്ട സിനിമകൾ എന്ന് പറഞ്ഞാൽ പലരും സജസ്റ്റ് ചെയ്യുന്ന സിനിമകളുടെ കൂട്ടത്തിൽ വരുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ മൂവി അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കാവുന്നതല്ല, നിങ്ങളിത് കണ്ടിരിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജയിൽ ഒരു പ്രധാന സ്ഥലമായി വരുന്ന സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരാൻ സാധ്യതയുള്ള ഒരു സിനിമ സതയമാണ്. അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. അതുപോലെ എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു കാലത്തും ഞാൻ മറക്കാൻ സാധ്യതയില്ലാത്ത ഒരു രംഗം വിഷ്ണു എന്ന് പറയുന്ന സിനിമയിലുണ്ട്. അതിൽ മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം അദ്ദേഹം ജയിലിലായതാണ്, അദ്ദേഹത്തിന് തൂക്കിക്കൊല്ലാൻ പോവാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഊണ് വിളമ്പിയിട്ടുണ്ട്. ആ ഊണിൽ നിന്ന് എല്ലാം കുറേശ്ശെ എടുത്തിട്ട് നമുക്കൊരു ഉരുളയുണ്ടാക്കും. നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉരുള ഉരുട്ടുന്നത് എനിക്ക് ഭയങ്കര കൊതിയാണ്. ഞാൻ അങ്ങനെ ആഹാരം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഉരുള ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട്, ജയിലിലെ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനോട് ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി നിങ്ങൾക്കിത് കഴിക്കാമോ? അപ്പോൾ അദ്ദേഹം വാങ്ങിക്കുന്നില്ല. അമ്മയോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി നിങ്ങൾക്കിത് കഴിക്കാമോ എന്ന് മറ്റൊരാളോട് ചോദിക്കുന്നു. ഞാൻ എൻ്റെ പെണ്ണിനോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി നിങ്ങൾക്കിത് കഴിക്കാമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത്രയും നേരം ഇദ്ദേഹത്തിനെ പുച്ഛിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ലാലു അലക്സാണ് ആ റോള് ചെയ്തിരിക്കുന്നത്. ആ ഊണിൻ്റെ ഒരു ഉരുള കഴിക്കുന്നതിൽ അതിലുണ്ടല്ലോ, അതിൽ എന്തൊക്കെയോ ഉണ്ട്, ഒരുപാട് പെയിനുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ രംഗം അതുപോലെ നിൽപ്പുണ്ട്. അതുപോലെ എന്നെ സ്പർശിച്ചൊരു സിനിമ എന്നാണ് ദി ഗ്രീൻ മൈൽ എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. 1996 ഇതേ പേരിലൊരു നോവൽ റിലീസായിട്ടുണ്ടായിരുന്നു. ആ നോവലാണ് ഇവർ സിനിമയാക്കുന്നത്. ടോം ഹാങ്ക്സ് ആണ് ഇതിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മൈക്കൽ ക്ലാർക്ക് ഡങ്കൻ ഒരു മെയിൻ റോള് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, മോനെ സ്വീറ്റ് നമ്മൾ പറയില്ലേ, അത്രയും സ്വീറ്റായിട്ടുള്ള രംഗങ്ങൾ. ടോം ഹാങ്ക്സിനെയും മൈക്കൽ ക്ലാർക്ക് ഡങ്കനെയും കൂടാതെ ഡേവിഡ് മോസ്, ബോണി ഹണ്ട്, ജെയിംസ് ക്രോംവെൽ, മൈക്കിൾ ജെറ്റർ തുടങ്ങിയിട്ടുള്ള കുറേ ആൾക്കാർ ഈ സിനിമയിലുണ്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും എന്നെ ബാധിച്ച, അല്ലെങ്കിൽ നമ്മൾ ഈ ടേക്ക് അവേ എന്ന് പറയില്ലേ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഡെൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ആണ്. അത് ചെയ്തിരിക്കുന്നത് മൈക്കിൾ ജെറ്റർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ഗംഭീരമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ വേറൊന്നും പ്രതീക്ഷിക്കാനില്ല. എവ്രിതിങ് ഇസ് ജസ്റ്റ് ഒരു ഫണ്ണി പരിപാടിയാണ്. ചുറ്റും നടക്കുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കത് തമാശയായിട്ടാണ്. അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയൊരു മനുഷ്യൻ, അയാൾക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവുന്നു. ഇപ്പം ജീവിതം അവസാനിക്കാൻ പോവല്ലേ, അപ്പോൾ ചെറിയ സ്വാതന്ത്ര്യങ്ങളൊക്കെ ആ ഉദ്യോഗസ്ഥർ, അവരുടെ തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവർക്ക് അംഗീകരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അയാൾക്കൊരു സുഹൃത്തുണ്ടാകുന്നു. ആ സുഹൃത്തിൻ്റെ നഷ്ടം, അയാളുടെ അവസാനം എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്. അവസാന നിമിഷം പുള്ളി പറയുന്ന ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അത് ഡെലിവർ ചെയ്തിരിക്കുന്ന രീതി, പുള്ളിയുടെ ഒരു പെർഫോമൻസിൻ്റെ അത്രയും പോർഷൻ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ കുത്തിയിരുന്ന് കാണാം. അത് അത്രയും വേർത്താണ്. കഥ വളരെ സിമ്പിളാണ്. ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു ബ്ലോക്ക്. ആ ബ്ലോക്കിലെ മെയിൻ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അതാണ് ടോം ഹാങ്ക്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. ആ ബ്ലോക്കിലുള്ള എല്ലാവരും വധശിക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ തൂക്കിക്കൊല്ലുന്ന വധശിക്ഷയല്ല, ഷോക്ക് അടുപ്പിക്കുന്ന ഒരു ചെയറിൽ ലോക്ക് ചെയ്തിരുത്തിയിട്ട് ഷോക്ക് അടുപ്പിച്ച് കൊല്ലുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. അവിടേക്ക് വരുന്ന ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരാളാണ് ജോൺ കോഫി എന്ന് പറയുന്ന ഒരു കുറ്റവാളി. 2 കൊച്ചു കുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്നു എന്ന കുറ്റകൃത്യത്തിനാണ്, അല്ലെങ്കിൽ ആ കുറ്റകൃത്യം ചാർത്തപ്പെട്ടിട്ടാണ് അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആ ബ്ലോക്കിലേക്ക് എത്തുന്നത്. ആള് നല്ല ഹൈറ്റാണ്, ഒരു 6-7 അടി പൊക്കമൊക്കെ ഉണ്ടാവും, നല്ല വണ്ണമാണ്, ഫുൾ മസിലൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാളൊരു ക്രൂരനായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ പല ആളുകളും അദ്ദേഹത്തിനെ നോക്കി കാണുന്നുണ്ട്. പിന്നീട് ആ ക്യാരക്ടറിൻ്റെ ചുരുളഴിഞ്ഞു വരുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ആ ക്യാരക്ടർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗുണ്ട്. അത് ഇന്നും പ്രസക്തമാണ് എന്നുള്ളതാണ് ഈ സിനിമ ആദ്യം സജസ്റ്റ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹമുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ സ്നേഹത്തിനെയാണ് നമ്മളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്നത്. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ അല്ല, വളരെ പെയിൻഫുള്ളായിട്ട്, വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ആ ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടല്ലോ, അതിനാണ് ഞാൻ ബ്യൂട്ടിഫുൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബട്ടർ ബക്ക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിയെ കൊല്ലാൻ പോവുകയാണ്. അതായത് വീൽ ചെയറിലിരുത്തി കൊല്ലുന്നതിന് മുമ്പ് ഇവരുടെ തലയൊക്കെ ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് അവിടെ ഒരു നനഞ്ഞ പഞ്ഞി വെച്ചിട്ട് ഷോക്ക് അടിപ്പിക്കും. അപ്പം പെട്ടെന്ന് ആൾ മരിക്കും എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ തല ഷേവ് ചെയ്തതിന് ശേഷം ഈ പുള്ളി നമ്മുടെ ടോം ഹാങ്ക്സിൻ്റെ ക്യാരക്ടറിനോട്
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് ചെയ്യാതെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ഒരു മൊമെൻറ്റ് വിശദീകരിക്കുന്നുണ്ട്. ആ മൊമെൻറ്റിനെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ്സ് സംതിങ് വെരി 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 സ്പെഷ്യൽ. ഞാൻ ആ സീൻ ഇങ്ങനെ വെച്ചിട്ട് നോക്കി. അതിൽ ടോം ഹാങ്ക്സ് കൊടുക്കുന്ന എക്സ്പ്രഷനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ആ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, പുള്ളി ഇത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് നിർവികാരമാണ്. അടുത്ത മൊമെൻറ്റിൽ 1-2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു സ്പേസ് ഇല്ല. ആ ജയിലിലെ ഉദ്യോഗസ്ഥർ നിങ്ങളെന്നും കണ്ട് നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി അവർക്ക് നിങ്ങളോട് ചിലപ്പോൾ ഒരു സഹതാപം ഉണ്ടായിരിക്കാം. എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ലോകത്ത് നിങ്ങളെ മറ്റാരും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവിൽ നിൽക്കുമ്പോഴും അയാളുടെ ജീവിതത്തിൽ അയാൾ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് പറയുകയാണ്. അത്രയും നിർവികാരമായിട്ട് എന്ന് പറയണം, പക്ഷേ അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവണം. മാൻ അബ്സല്യൂട്ട് ജം എന്നൊക്കെ പറയില്ലേ, അതാണ് ആ പെർഫോമൻസ്. പിന്നെ മിസ്റ്റർ ജിംഗിൾസ്, അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ, സിനിമ കണ്ട ആളുകൾ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ, ഇല്ല സ്പോയിലറൊന്നും ആവില്ല, ഈ സിനിമ കാണാത്ത ആളുകളെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ്റ്റർ ജിംഗിൾസിനെ കുറിച്ചിട്ട് എന്താണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് എഴുതും. ഈ സിനിമ ഇതിൻ്റെ തുടക്കം നമുക്കൊരു ചെറിയ എഴച്ചിൽ പോലെയൊക്കെ തോന്നും. കാരണം ടോം ഹാങ്ക്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വാർദ്ധക്യ കാലത്തിൽ നിന്ന് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ കൊണ്ടുവരികയാണ്. ഈ ഓർമ്മകൾ വന്ന് ലാൻഡായി ഇതിൽ ജോൺ കോഫി എൻ്റർ ആവുന്ന മൊമെൻറ്റിലാണ് സിനിമ വേറൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ കുറേ കൂടി എൻഗേജിങ് ആയിട്ട് മാറുന്നതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അങ്ങനെ കുറേ നേരം കഴിയുമ്പോൾ ഞാനൊരു മലയാള സിനിമയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, മണ്ണിൻ്റെ മണമുള്ള സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെ ഈ സാംസ്കാരികമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ, ആ സ്ഥലം, അവിടുത്തെ ശിക്ഷാരീതികൾ, നടപ്പിലാക്കിയിരുന്ന രീതി എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ എല്ലാ വേലിക്കെട്ടുകളും മാറ്റിയിട്ട് ഞാൻ എൻ്റെ ഭാഷയിൽ എൻ്റെ നാട്ടിലൊരു സിനിമ കാണുന്നു എന്ന് പറയുന്ന പോലെ അതൊരു സിനിമയുടെ പവറാട്ടോ. കാലത്തിനെയും ദേശത്തിനെയും ഭാഷയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കാണുന്ന ആളുടേതായി മാറാനുള്ള ഒരു കഴിവത് പണിയറിയാവുന്ന സിനിമാക്കാരനുണ്ടാക്കിയാൽ സിനിമയ്ക്കുണ്ട്. പിന്നെ കുറേ അവിശ്വസനീയമായ കാഴ്ചകൾ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. അതിനെ സിനിമയ്ക്കുള്ളിലെ കഥാപാത്രങ്ങൾ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഉത്തരം സിനിമയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതലും ജോൺ കോഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഈ ജോൺ കോഫി ഇദ്ദേഹത്തിനെ കുറച്ച് സമയത്തേക്ക് ജയിലിന് പുറത്തേക്ക് ഇവർ ഇറക്കുന്നുണ്ട്. അങ്ങനെ ഇറക്കുമ്പോൾ ഈ മഴ പെയ്ത് നനഞ്ഞൊക്കെ കിടക്കുന്ന കുറേ പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ഈ ഉണങ്ങിയ ഇലയൊക്കെ ആയിട്ട് നമ്മൾ ചപ്പൻ ചവറെന്നൊക്കെ പറയും. പക്ഷെ അത് മുഴുവൻ കോരി എടുത്തിട്ട് ഈ പുള്ളി മണക്കുന്നുണ്ട്. മണത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഇദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആകാശത്തെ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ജോൺ കോഫി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മുഖത്ത് വരുന്ന ചിരിയും സന്തോഷവും എനിക്ക് ഭയങ്കര എന്താ പറയുക, നമുക്ക് ലാളിക്കാൻ തോന്നുന്ന ഒരു കുഞ്ഞിൻ്റെ എല്ലാ നിഷ്കളങ്കതയും ആ മുഖത്ത് അങ്ങേര് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ലെവലായിരുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന റേസിസ്റ്റ് ചിന്തകൾ, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയലോഗുകൾ, അതിനെ എതിർത്തുകൊണ്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള എന്നാൽ വളരെ അവരുടേതായിട്ടുള്ള നിലയിൽ നിന്നുകൊണ്ടേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് സിനിമയിലൂടെ പറയുമ്പോൾ അത് പവർഫുള്ളായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. വിഷ്വൽസ് ഗംഭീരമാണ്. സംഗീതം മാത്രമല്ല, ടോട്ടൽ സൗണ്ടിങ് സൂപ്പറാണ്. ഞാൻ നല്ല ഹെഡ്ഫോണിൽ ഇരുന്ന് ആണ് കണ്ടത്. ഇതിൽ ടോം ഹാങ്ക്സിൻ്റെ ക്യാരക്ടറും വൈഫും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അപ്പം വേറെ ഏതോ ഒരു ഇലക്ട്രിക് എക്യുപ്മെൻറ്റ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ചെറിയൊരു നോട്ടൊക്കെ ഉണ്ട്. അതുവരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു ആംബിയൻസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവന് ഏത് പടത്തിനെ കുറിച്ചാണ് ഈ ഇരുന്ന് പറയുന്നതൊക്കെ തോന്നും, പക്ഷേ ഇത് കാണാൻ നിങ്ങളെ കൊതിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ അതിഗംഭീര ഇമോഷണൽ കണക്റ്റാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. നമ്മൾ കുറ്റവാളികളെ കാണുന്നുണ്ട്, കുറ്റം ചെയ്തവരും കുറ്റം ചെയ്യാതെ ശിക്ഷിക്കപ്പെടേണ്ടി വന്നവരും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ എത്രയോ സിനിമകളിൽ എത്രയോ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിൽ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ സിനിമയിൽ അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു പുതുമ അനുഭവപ്പെടുന്നു. അല്ലെങ്കിൽ അതിനെ വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോഴുള്ളൊരു ഇഷ്ടക്കൂടുതൽ തോന്നുന്നുണ്ട്. ആൻഡ് നിർത്തി പാടൂ കുട്ടി എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഈ സിനിമ നിർത്തി കണ്ടു കഴിഞ്ഞാലും, ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം കിട്ടി, കുറച്ചൊന്ന് കണ്ടു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഒന്ന് കണ്ടു, പിന്നെ വൈകുന്നേരം തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് കണ്ടു, അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നിട്ട് ക്ലൈമാക്സ് വരെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനകത്തൊരു ബ്രേക്കിംഗ് ഫീൽ ചെയ്യില്ല. എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കാണാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരം. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്പ്ലിറ്റായിട്ട് അങ്ങനെ കാണാനേ പറ്റുള്ളൂ എന്നാണെങ്കിൽ അതിലും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നാളെ നമുക്ക് വേറൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.